Hi students, ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. +1 ഫിസിക്സിലെ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ചാപ്റ്റർ ആണ്. ഇതിൽ ഒരുപാട് വെയിറ്റേജിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഒരു സമ്മറി ആയിട്ട് ഞാൻ ഈ ചാപ്റ്ററിലെ മെയിൻ ഇമ്പോർട്ടൻസ് പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ചാപ്റ്റർ ഓവറോൾ പറയുകയാണെങ്കിൽ ഈ ചാപ്റ്റർ മൊത്തം നമുക്ക് എന്താ പഠിക്കാനുള്ളത്? ഗ്രാവിറ്റേഷനെ കുറിച്ചാണ് അല്ലേ. അപ്പോൾ ന്യൂട്ടൺ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ നമുക്ക് പഠിക്കാനുണ്ട്, അതിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഈ ഗ്രാവിറ്റേഷൻ നമ്മുടെ എർത്തിൻ്റെ സർഫസിലും ഡെപ്തിലും പിന്നെ ഓൾട്ടിറ്റ്യൂഡിലൊക്കെ എങ്ങനെയായിരിക്കും വേരിയേഷൻസ് വരാമെന്ന് നമുക്ക് പഠിക്കാനുണ്ട്. എസ്കേപ്പ് വെലോസിറ്റി, ഓർബിറ്റൽ വെലോസിറ്റി, പിന്നെ കെപ്ലേഴ്സ് ലോ. ഇത്രയും പോയിന്റ്സ് നമ്മൾ കവറപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഈ ചാപ്റ്റർ നമുക്ക് കവർ ചെയ്യാമെന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് തുടങ്ങാം. ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഫോഴ്സ് ആണ് നമുക്ക് പറയേണ്ടത്. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമ്മുടെ എർത്തായിട്ട് എങ്ങനെയാണ് ലോ പറയുന്നത് നോക്കാം. അപ്പോൾ ഫോഴ്സ് എന്താണ് ലോ പറയുന്നത്? ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് two masses and inversely proportional to the distance square of the distance between them. അപ്പോൾ പറയുകയാണെങ്കിൽ രണ്ട് മാസ് ഒബ്ജക്റ്റ്, ഒരു m1 m2, ഇവർ തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? Force is directly proportional to the product of the two masses and inversely proportional to the square of the distance between them. ഇതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഇനി ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റം നമുക്ക് എന്ത് ചെയ്യണം? ഒരു കോൺസ്റ്റൻ്റ് ആഡ് ചെയ്യണം അല്ലേ. നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളതല്ലേ, ഒരു കോൺസ്റ്റൻ്റ് നമ്മൾ ആഡ് ചെയ്യും. സപ്പോസ് അത് ചെയ്യാൻ ഈ ജീനെ വിളിക്കുന്നതാണ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്, GMM by r². ജനറലി നമ്മൾ ഈ ഒരു എമ്മിനെ വേണമെങ്കിൽ ഒരു ക്യാപിറ്റൽ M ആയിട്ട് ഡിനോട്ട് ചെയ്യാറ്. അപ്പോൾ ഇക്വേഷൻ എന്ത് വരും? ക്യാപിറ്റൽ M/r². ഇതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇനി നമ്മൾ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷനൊക്കെ കണ്ടല്ലേ, മെയിൻ ഇക്വേഷനാണ്. ഇനി അടുത്തത് നമുക്ക് ഗ്രാവിറ്റിയുടെ ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ പറയാം നമ്മുടെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മുടെ വെയിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ മാസമാണോ? അല്ല അല്ലേ. നമ്മുടെ മാസും പിന്നെന്താ നമ്മുടെ ഗ്രാവിറ്റിയുടെ വെയിറ്റും കൂടി ഫോഴ്സും കൂടി കൂട്ടിയിട്ടാണ് നമ്മുടെ വെയിറ്റ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ വെയിറ്റ് ഓഫ് ദി ബോഡി എന്തിനോട് ഈക്വൽ ആയിരിക്കും? മാസ് ഓഫ് ദി ബോഡിയും പിന്നെ എന്തായിരിക്കും? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വെയിറ്റ് ഓഫ് ദി ബോഡി എങ്ങനെ എഴുതാം? നമ്മൾ mg ആണ് നമ്മുടെ വെയിറ്റ് ഓഫ് ദി ബോഡി ഇടാറ് അല്ലേ. ഇനി മാസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. നേരത്തെ നമ്മൾ പഠിച്ച ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പഠിച്ചില്ലേ, ആ ഇക്വേഷൻ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതാണ് മാസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ന്യൂട്ടൺസിൻ്റെ ഫോഴ്സിൽ പഠിച്ചത്, അതാണ് നമ്മളിവിടെ GMM/r² എഴുതിയത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ഓഫ് ദി ബോഡി mg എന്ന് കിട്ടി, മാസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കേട്ടോ, ഫോഴ്സ് നമുക്ക് എന്ത് കിട്ടി? GMM/r² കിട്ടി. ഇനി ഇതിൽ കട്ട് ചെയ്യാൻ പറ്റുന്നത് ഏതാ? മാസും നമുക്ക് കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഗ്രാവിറ്റിയുടെ എക്സ്പ്രഷൻ കിട്ടി. എന്ത്? GM/r². ഇതാണ് ഈ ചാപ്റ്ററിലെ മെയിൻ എക്സ്പ്രഷൻ. ഈ ചാപ്റ്റർ ഫുൾ നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ടാണ് ഈ ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്റർ ഫുൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ എക്സ്പ്രഷൻ ഒരിക്കലും മറക്കരുത്. എന്താണ് ഗ്രാവിറ്റിയുടെ എക്സ്പ്രഷൻ? G=GM/r². നമ്മൾ ഗ്രാവിറ്റിയുടെ എക്സ്പ്രഷൻ കണ്ടു. ഇനി ഈ ഗ്രാവിറ്റി ഓരോ സ്ഥലത്തും വ്യത്യാസമായിരിക്കും അല്ലേ. സർഫസിലുള്ള ഗ്രാവിറ്റി ആയിരിക്കില്ല എർത്തിൻ്റെ ഡെപ്തിലുള്ളത്. അതേമാതിരി തന്നെ നമ്മുടെ സർഫസിന് മുകളിൽ ഹൈറ്റിലുള്ള ഗ്രാവിറ്റി വ്യത്യാസമായിരിക്കും. അപ്പോൾ ഓരോ ഗ്രാവിറ്റി ഓരോ സ്ഥലത്ത് എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത്. അതിനാണ് വേരിയേഷൻ ഓഫ് G ഇൻ ദി ഷേപ്പ് ഓഫ് ദി എർത്ത്. നമ്മുടെ എർത്തിൻ്റെ ഷേപ്പിലും വ്യത്യാസം വരുമ്പോൾ ഗ്രാവിറ്റിക്ക് എങ്ങനെ വ്യത്യാസം വരുന്നതാണ്. അപ്പോൾ എക്സ്പ്രഷൻ എന്തായിരുന്നു? G=GM/r². ഞാൻ ക്യാപിറ്റൽ R എടുത്തത് മാത്രം. G=GM/r². ഇനി ഷേപ്പ് ഓഫ് ദി എർത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ ഇതിലേതാ? റേഡിയസ് അല്ലേ. നമ്മുടെ റേഡിയസ് ആണ് നമ്മുടെ എർത്തിൻ്റെ ഷേപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. നമ്മുടെ റേഡിയസ് എർത്തിൻ്റെ എല്ലായിടത്തും ഒരേപോലെയാണോ? അല്ല, സ്ഫിയർ ആണല്ലേ. ഇക്വറ്റോറിയലായിരിക്കും റേഡിയസ് ഏറ്റവും കൂടുതൽ, പോൾ റീജിയനിലായിരിക്കും ഏറ്റവും മിനിമം. അപ്പോൾ ഇവിടെ നമ്മുടെ റേഡിയസ് ഗ്രേറ്റർ ആവുമ്പോഴും മിനിമം ആവുമ്പോഴും ഇവിടെ ഗ്രാവിറ്റിക്ക് എന്ത് വരും? വേരിയേഷൻ വരും. എങ്ങനെ വരാം? ഡിനോമിനേറ്റർ വലുതാവുമ്പോൾ നമ്മുടെ ഗ്രാവിറ്റി എന്തായിരിക്കും? ഏറ്റവും മിനിമം ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, നമ്മുടെ R ഏറ്റവും മിനിമം ആവുമ്പോൾ നമ്മുടെ ഗ്രാവിറ്റി എന്തായിരിക്കും? ഏറ്റവും ഹൈ ആയിരിക്കും. അപ്പോൾ ഇത് ഏതായിരിക്കും? R ഏറ്റവും മിനിമം ആവുന്നത് പോളാർ റീജിയനിൽ. അപ്പോൾ പോളാർ റീജിയനിൽ എന്തായിരിക്കും? നമ്മുടെ ഗ്രാവിറ്റി ഗ്രേറ്റർ ആയിരിക്കും. അതേമാതിരി തന്നെ നമ്മുടെ റേഡിയസ് ഏറ്റവും ഹൈ അതെവിടെയായിരിക്കും? ഇക്വറ്റോറിയൽ റീജിയൻ അല്ലേ. നമ്മുടെ റേഡിയസ് ഏറ്റവും ഗ്രേറ്റർ ഉള്ളപ്പോൾ നമ്മുടെ ഗ്രാവിറ്റി അവിടെ എന്തായിരിക്കും? ഏറ്റവും കുറവായിരിക്കും. അപ്പോൾ ജനറലി നമുക്ക് എങ്ങനെ പറയാം?
ഗ്രാവിറ്റി ഈസ് ലെസ് ഇൻ ഇക്വറ്റോറിയൽ റീജിയൻ ആൻഡ് ഗ്രാവിറ്റി ഈസ് മോസ്റ്റ് ഹൈ ഇൻ പോളാർ റീജിയൻ. ഇനി അടുത്ത വേരിയേഷൻ നമുക്ക് കാണാനുള്ളതാണ് ഓൾട്ടിറ്റ്യൂഡ്. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ എർത്തിൻ്റെ സർഫസിൻ്റെ മേലെ. ഇപ്പം നമ്മൾ സപ്പോസ് ഇത് എർത്താന്ന് വയ്ക്കാം. എർത്തിൻ്റെ സെൻറ്ററിൽ നിന്നാണല്ലോ നമ്മുടെ ഗ്രാവിറ്റി വരുന്നത്. അപ്പം നമ്മുടെ സർഫസിന് മേലെ, അതാണ് നമ്മൾ ഓൾട്ടിറ്റ്യൂഡാന്ന് പറയുന്നത്. സപ്പോസ് ഇവിടുത്തെ, അപ്പോൾ ഇവിടെ ഗ്രാവിറ്റിക്ക് എന്തായിരിക്കും വേരിയേഷൻ ആണ് ഇനി അടുത്ത നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ സർഫസ് വരെയുള്ള ആ ഹൈറ്റ് നമുക്ക് h എന്നെടുക്കാം. ഇനി ഇത് സെൻറ്റർ ഓഫ് എർത്ത് ടു സർഫസ് നമുക്ക് എന്താ എടുക്കാം? r എന്ന് പറഞ്ഞെടുക്കാം. ഇനി നമ്മുടെ ഗ്രാവിറ്റിയുടെ എക്സ്പ്രഷൻ എന്താ? G=gm/r² ആണ്. ഇത് എവിടുത്തെ എക്സ്പ്രഷനാണ്? സർഫസിലുള്ള എക്സ്പ്രഷൻ അല്ലേ? അപ്പോൾ ഇത് സർഫസിലുള്ള ഗ്രാവിറ്റിയാണ് ഇത്. ഇനി അറ്റ് ദി ഹൈറ്റ്, ഈ ഓൾട്ടിറ്റ്യൂഡിലുള്ളത് എന്തായിരിക്കും? ഓൾട്ടിറ്റ്യൂഡിലുള്ള ഗ്രാവിറ്റി നമുക്ക് G' എന്നാണ് നമ്മളിവിടെ പേര് കൊടുത്തേക്കണേ. അപ്പോൾ G' എങ്ങനെ വരും? gm/ ഇനി ഇവിടെ r എന്ന് പറയുന്നത് എന്താ? സെൻറ്റർ ഓഫ് ദി ആറും വരും, പിന്നെ ഒന്നും കൂടി വരും, ഹൈറ്റും വരും. അപ്പോൾ എങ്ങനെ ഏതാ? r+h² മനസ്സിലായില്ലേ? G എന്ന് പറയുന്നത് gm/r², സർഫസിലുള്ളത് നമ്മൾ ഗ്രാവിറ്റിയുടെ സാധാരണ എക്സ്പ്രഷൻ. അറ്റ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താ? ഈ ഹൈറ്റിൽ. അപ്പം നമ്മൾ ഈ r മാത്രം കൺസിഡർ ചെയ്താൽ പോരാ, എന്തും കൂടി കൺസിഡർ ചെയ്യണം, ഹൈറ്റും കൂടി കൺസിഡർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ വരും? gm/r+h². ഇനി ഈ എക്സ്പ്രഷനിൽ നമ്മൾ അവിടെ ഇവിടെ കുറച്ചും കൂടി ഒന്ന് റീഅറേഞ്ച്മെൻറ്റ് ചെയ്യാണ്. എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ r-നെ നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ എങ്ങനെ പുറത്തെടുക്കാം? gm/r-നെ പുറത്തേക്ക് എടുത്തു. ഇനി ഇവിടെ r ഇല്ല അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? /r കൊടുത്താൽ മതി. അപ്പോൾ 1+h/r². ഇനി ഇവിടെ സ്ക്വയർ കൊടുക്കാൻ മറക്കരുത്, ഇവിടെയും സ്ക്വയർ കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വന്നു? G'(gm/r²) 1+h/r². ഇനി ശ്രദ്ധിക്കുക, ഈ gm/r² എന്ന് പറയുന്നത് എന്തായിരുന്നു? G ആണ് കിട്ടിയില്ലേ? അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ വരും? G' ഈ gm/r² എന്തായി? G ആണ്. അപ്പം നമുക്ക് എന്ത് കിട്ടും? G/1+h/r². ഇതാണ്, ഇങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ കിട്ടുക. ഇതിന് കുറച്ചും കൂടി ഒന്ന് ഭംഗി വെപ്പിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഈ ടേമിനെ അങ്ങോട്ട് മുകളിലേക്ക് കൊണ്ടുപോകുന്നു മാത്രം. അപ്പോൾ G' G1+h/r−2 മുകളിലേക്ക് കൊണ്ടുപോയപ്പോൾ നെഗറ്റീവ് സൈൻ വന്നത്. ഇതാണ് നമ്മുടെ ഓൾട്ടിറ്റ്യൂഡിലുള്ള ഗ്രാവിറ്റിയുടെ എക്സ്പ്രഷൻ. ഇനി ഇത് കണ്ടിട്ട് നമുക്ക് എന്ത് മനസ്സിലാവും? ഇവിടെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താ? h ആണ് നമ്മുടെ ഓൾട്ടിറ്റ്യൂഡ് അല്ലേ? അപ്പം നമ്മുടെ ഓൾട്ടിറ്റ്യൂഡ് ഗ്രാവിറ്റിക്ക് എങ്ങനെയാണ് വരുന്നത്? ഇത് ഡിനോമിനേറ്ററാണോ ന്യൂമിനേറ്ററിലാണോ കിടക്കണേ? ന്യൂമറേറ്ററാണ് കിടക്കണേ അല്ലേ? അപ്പോൾ ഈ h കൂടുന്നതനുസരിച്ച് ഗ്രാവിറ്റി അവിടെ എന്ത് ചെയ്യും? കൂടി വരും. ഡിനോമിനേറ്ററാണ് കിടക്കണമെങ്കിൽ നമുക്ക് എന്ത് പറയായിരുന്നു? h കൂടുന്നതനുസരിച്ച് ഗ്രാവിറ്റി കുറയാന്ന് പറയും. അപ്പോൾ ഇവിടെ ന്യൂമറേറ്ററാണ് കിടക്കുന്നതുകൊണ്ട് നമുക്ക് പറയാം ഗ്രാവിറ്റി ഹൈറ്റ് കൂടുന്നതനുസരിച്ച് എന്തും കൂടും? ഗ്രാവിറ്റിയും കൂടും. ഓൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് വിത്ത് ഗ്രാവിറ്റി എന്ന് നമുക്ക് പറയാം. ഇനി വേരിയേഷൻ നമ്മുടെ ഷേപ്പും കഴിഞ്ഞു, ഓൾട്ടിറ്റ്യൂഡ് കഴിഞ്ഞു. ഇനി ലാസ്റ്റാണ് ഇത് ഡെപ്ത്ത്. നമ്മുടെ എർത്തിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെയായിരിക്കും നമ്മുടെ ഗ്രാവിറ്റി വ്യത്യാസം വരാം. അപ്പോൾ നമ്മൾ സാധാരണ പോലെ നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ എഴുതും. G=gm/r². മുന്നേ നമ്മുടെ എർത്ത് വരയ്ക്കാം നമുക്ക്. ഇതാണ് നമ്മുടെ എർത്ത്, ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു ഡെപ്ത്ത്. ഇപ്പോൾ ഡെപ്ത്ത് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, എപ്പോഴും പിള്ളേർ തെറ്റിക്കാറുള്ളതെന്ന് വെച്ചാൽ ഡെപ്ത്ത് എന്ന് പറയുന്നത് ഏറ്റവും സെൻട്രൽ മോസ്റ്റ് സർഫസിൻ്റെ അല്ല നമ്മൾ ഡെപ്ത്ത് എന്ന് പറയുന്നത്. നമ്മുടെ എർത്തിൻ്റെ ഡെപ്ത്ത് എന്ന് പറയുന്നത് ആ കോർ റീജിയൻ ഉണ്ടോ നമ്മുടെ എർത്തിൻ്റെ ഉള്ളിൽ, ആ റീജിയനാണ്, ഈ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെപ്ത്ത് എന്ന് പറയുന്നത്. നമ്മൾ റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സെൻറ്ററിൽ നിന്ന് ടു ദി സർഫസ് ആണ് നമ്മുടെ r എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ സർഫസിലുള്ള G ആസ് യൂഷ്വൽ നമ്മൾ എന്ത് ചെയ്തു? എക്സ്പ്രഷൻ gm/r². അപ്പോൾ നമ്മൾ എർത്തിൻ്റെ സർഫസിൽ കണ്ടു, എർത്തിൻ്റെ സർഫസിലുള്ള ഗ്രാവിറ്റിയാണ് G=gm/r². ഇനി ഈ മാസിന് നമുക്ക് എന്ത് ചെയ്യണം? ഈ മാസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. മാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡെൻസിറ്റി എന്ന് പറഞ്ഞ ഇക്വേഷൻ എന്താണ്? മാസ് ബൈ വോളിയം ആണെന്നറിയാം അല്ലേ? അപ്പോൾ ഈ മാസ് വെച്ചിട്ടാണ് നമ്മൾ ഈ മാസ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് ഡെൻസിറ്റീനെ ഇവിടെ എർത്തിൻ്റെ ഡെൻസിറ്റിനെ നമുക്ക് റോ എന്ന് ഡിനോട്ട് ചെയ്യാം. ഇനി മാസ് വോളിയം എന്ന് പറയുന്നത് നമ്മുടെ എർത്ത് ഒരു സ്പിയർ ആണല്ലേ? സ്പിയറുടെ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? 4/3πr³. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ മാസിൻ്റെ എക്സ്പ്രഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ 4/3πr³ നമ്മൾ ഇപ്പുറത്തേക്ക് എടുക്കും. അപ്പം എങ്ങനെ കിട്ടും? റോ ഇൻറ്റു 4/3πr³ = m.
അപ്പോൾ മാസിനൊരു എക്സ്പ്രഷൻ കിട്ടിയില്ലേ? ഈ മാസിന് എക്സ്പ്രഷൻ നമ്മൾ ഇനി എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്? ഈ എമ്മിലേക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യും? ജി ഈക്വൽ ടു ജി റോ 4/3 പൈ ആർ ക്യൂബ്. നമ്മുടെ അടിയിൽ എന്തുണ്ട്? r² ഉണ്ട്. അത് നമ്മൾ 3യുടെ കൂടെ ഇവിടെ r² ഇട്ടു. ഇനി എന്ത് ചെയ്യും? ഈ r³ r² വെട്ടിപ്പോവും അല്ലേ? ഒരു r മാത്രം മേലെ കൊടുക്കും. അപ്പം നമുക്ക് ഇക്വേഷൻ എങ്ങനെ കിട്ടി? ജി റോ 4 പൈ r ഡിവൈഡഡ് ബൈ 3. ഇതാണ് നമ്മുടെ എർത്തിൻ്റെ സർഫസിലുള്ള ഇക്വേഷൻ. ആ ഇക്വേഷൻ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പം നമുക്ക് ഗ്രാവിറ്റി സർഫസിലുള്ളത് കിട്ടി. ഇനി അടുത്തത് നമുക്ക് ഡെപ്തിലുള്ളതാണ് വേണ്ടത്. ജി ഡാഷ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇത് ഇക്വേഷനിൽ എന്ത് വ്യത്യാസം വരില്ലോ? ഈ ആറിന് പകരം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ സെൻറ്റർ ഓഫ് എർത്ത്, അതിൻ്റെ ഉള്ളിൽ ഒരു സ്പിയർ ഉണ്ട്. ആ സ്പിയർ ആണെന്ത്? ഡെപ്ത് എന്ന് പറയുന്നത്. ഈ സെൻട്രി ടു സർഫസ് എന്ന് പറയുന്നത് എന്താണ്? എർത്തിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ നമുക്ക് ഡെപ്ത് വരെ മാത്രം മതി. ആ ഡെപ്തിന് നമ്മൾ എന്ത് ചെയ്യും? ഈ ഹോൾ റേഡിയസിന് മൈനസ് ചെയ്യും. അപ്പോൾ ഈ ഇക്വേഷനിൽ എന്ത് വ്യത്യാസം വരില്ലോ? ആറിൻ്റെ സ്ഥാനത്ത് മാത്രം വ്യത്യാസം വരില്ല. അപ്പോൾ ജി ഡാഷ് ഈക്വൽ ടു എന്ത് വരും? ജി റോ 4 പൈ ആറിന് എന്ത് വരും? r മൈനസ് ഡി എന്ന് വരും ഡിവൈഡഡ് ബൈ 3. അങ്ങനെ നമുക്ക് ഡെപ്തിലുള്ള ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ കിട്ടിയില്ലേ? ഈ ഇക്വേഷന് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 കിട്ടി. അപ്പോൾ നമുക്ക് 2 ഇക്വേഷനാണ് ഇവിടെ കിട്ടിയത്. ഈ 2 ഇക്വേഷനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇക്വേഷൻ 2യും ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 1. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? ജി ഡാഷ് ബൈ ജി എന്തായിട്ട് കിട്ടും? ജി റോ 4 പൈ r മൈനസ് ഡി ബൈ 3. ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യുക അല്ലേ? ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് എന്താ ചെയ്യുക? നമ്മൾ റെസിപ്രോക്കലാണ് എടുക്കുക. അപ്പോൾ നമ്മൾ റെസിപ്രോക്കൽ എടുത്തു. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എങ്ങനെ വരും? മറ്റേ ഇക്വേഷൻ 3 ജി റോ 4 പൈ r. ഇങ്ങനെ ഇക്വേഷൻ കിട്ടിയില്ലേ? ഇനി ഇതിൽ നിന്ന് ഒരുപാട് നമുക്ക് കട്ട് ചെയ്ത് കളയാണ്ട് അല്ലേ? 3യും 3യും കട്ടായിപ്പോയി, ജിയും കട്ടായിപ്പോയി, റോയും കട്ടായിപ്പോയി, 4 പൈയും കട്ടായിപ്പോയി. ഇനി ആകെ എന്താ ബാക്കിയുള്ളൂ? r മൈനസ് ഡിയും ആറും മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത്. അപ്പോൾ നമ്മളെല്ലാം കട്ട് ചെയ്തിട്ട് അറ്റ് ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടി? ജി ഡാഷ് ബൈ ജി ഈക്വൽ ടു r മൈനസ് ഡി ഡിവൈഡഡ് ബൈ r എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടി അല്ലേ? ഇനി നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ആറും സ്പ്ലിറ്റ് ചെയ്യാണ് ജസ്റ്റ്. r ബൈ r മൈനസ് ഡി ബൈ r എന്ന് ജസ്റ്റ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ കിട്ടി? 1 മൈനസ് ഡി ബൈ r ജി ഡാഷ് ബൈ ജി. ഇങ്ങനെയായിരിക്കും അവസാനം കിട്ടുക. ഇനി നമുക്ക് ഡി ഡാഷ് ഈക്വൽ ടു എഴുതുമ്പോൾ എങ്ങനെ കിട്ടും? ജി ഡാഷ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ r എന്ന് പറഞ്ഞ് കിട്ടി. ഇതാണ് നമ്മുടെ ഡെപ്തിലുള്ള ഗ്രാവിറ്റിയുടെ എക്സ്പ്രഷൻ. അപ്പോൾ നമുക്ക് ഷേപ്പിലുള്ളത് കിട്ടി, ഓൾട്ടിറ്റ്യൂഡിലുള്ളത് കിട്ടി, ഡെപ്തിലുള്ളത് കിട്ടി. അപ്പം നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇവിടെ നമുക്ക് ഗ്രാവിറ്റിയുടെ വേരിയേഷൻ എങ്ങനെ വരാമെന്ന് നോക്കാം. എങ്ങനെ വരും? ഇവിടെ ഡെപ്ത് ഡി എന്ന് പറയുന്നത് എവിടെ കിടക്കണേ? ന്യൂമറേറ്ററിലാണ് കിടക്കണല്ലേ? അപ്പോൾ ഗ്രാവിറ്റി കൂടുന്നത് എപ്പോഴായിരിക്കും? ഡെപ്ത് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് ഡിക്രീസ് ചെയ്യുമ്പോഴാണ്? ഡെപ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ തന്നെ അല്ലേ? ന്യൂമറേറ്ററാണ്. അപ്പോൾ ഡെപ്ത് കൂടുന്തോറും എന്തും കൂടും? ഗ്രാവിറ്റിയും കൂടി വരും. അപ്പോൾ ഗ്രാവിറ്റി ഇൻക്രീസസ് അലോങ് വിത്ത് ഡെപ്ത് എന്ന് നമുക്ക് പറയാം. ഇനി ഇത്രയും നേരം നമ്മൾ എക്സ്പ്രഷൻ വൈസാണ് പറഞ്ഞത് അല്ലേ? ഡെപ്തിൻ്റെ കേസിലും ഓൾട്ടിറ്റ്യൂഡിൻ്റെ കേസിലും ഷേപ്പിൻ്റെ കേസിൽ എക്സ്പ്രഷൻ വൈസ് പറഞ്ഞു. നമുക്ക് എക്സാമിന് ഗ്രാഫിക്കലായിട്ട് ഇത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാമെന്ന് ചോദിക്കും. ആ ഗ്രാഫിക്കലായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ഗ്രാഫാണിത്. ഒന്നില്ലെങ്കിൽ ഗ്രാഫ് വരച്ച് ചോദിക്കും, ഇതിന് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാം, അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ തരാൻ പറയും, അല്ലെങ്കിൽ നമ്മളോട് ഗ്രാഫ് വരയ്ക്കാൻ പറയും. ഈ ഗ്രാഫ് വന്നിട്ട് നമുക്ക് എന്താ പറയുക? നമുക്ക് 3 ആക്സിസ് ഉണ്ട് അല്ലേ? ഓൾട്ടിറ്റ്യൂഡ് വൈസ് ഉണ്ട്, ഡെപ്ത് വൈസ് ഉണ്ട്. ഇതാണ് ഗ്രാവിറ്റി. ഈ 2 ഗ്രാഫിലുള്ള വ്യത്യാസം എന്താണ്? നമ്മൾ നേരത്തെ ഡെപ്തിൻ്റെ കേസും പഠിച്ചു, ഓൾട്ടിറ്റ്യൂഡിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ? രണ്ടും എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഗ്രാവിറ്റി കൂടുന്നതനുസരിച്ച് ഡെപ്ത് ഇൻക്രീസ് ചെയ്യണം, ഹൈറ്റ് കൂടുന്നതനുസരിച്ചും ഗ്രാവിറ്റി ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ അതേ ഗ്രാഫിൽ വരുന്ന ചെറിയൊരു വ്യത്യാസമാണ് നമുക്ക് ഗ്രാഫ് വരയ്ക്കുമ്പോൾ കിട്ടുക. ഓൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രാവിറ്റി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ സ്റ്റീപ്ലി അല്ല ബ്രോഡ്ലി ആണ് ഇൻക്രീസ് ചെയ്യുക. ഇവിടെ എന്ന് പറയുന്നത് സ്റ്റീപ്പായിട്ടാണ് നമുക്ക് ഗ്രാഫ് കിട്ടുക. എന്ന് വെച്ചാൽ പെട്ടെന്നായിരിക്കും എന്ത് ചെയ്യുക? ഡെപ്തിലോട്ട് പോകുമ്പോൾ ഗ്രാവിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് ഈ ഗ്രാഫിക്കലി നമുക്ക് മനസ്സിലാക്കുന്ന എക്സ്പ്രഷൻ വൈസ് മനസ്സിലാവാതെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു പോയിന്റ്. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ.